നമ്മുടെ കണ്ണൂരുള്ള പ്രൊജക്ട് മറന്നുപോയോ? അവിടെ ഗ്ലാസ് ഹാൻഡ് റെയിൽസ് മാത്രമല്ല കേട്ടോ പ്രീമിയം, അവിടെ പ്രീമിയം ആയിട്ടുള്ള ഒരു ബാൽക്കണി ഹാൻഡ് റെയിൽസ് കൂടി ഉണ്ട്. ഇന്ന് അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആകാശ് അഗസ്റ്റിൻ, ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. പ്രീമിയം ഗ്ലാസ് ഹാൻഡ് റെയിൽസ് ഒക്കെ ചെയ്യുമ്പോഴേ അത് ബാൽക്കണി ആണെങ്കിലും സ്റ്റെയർ കേസ് ആണെങ്കിലും ഇതേപോലെ ബാൽക്കണിയിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഈ ഒരു ഗ്ലാസ്സിലേക്കൊക്കെ നോക്കി അതിങ്ങനെ എൻജോയ് ചെയ്യാനായിട്ടും കൂടെ നമുക്ക് പറ്റണം. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത വട്ടം ബാൽക്കണിയിൽ ഹാൻഡ് റെയിൽസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 2 ഹുക്ക് ഇതേപോലെ ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ബാൽക്കണി ഹാൻഡ് റെയിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ അലുമിനിയം ഫിനിഷ്, വുഡൻ ഫിനിഷ്, ബ്ലാക്ക്, ഗോൾഡ് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് SS ഫിനിഷ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ടോപ്പിൽ കാണാം SS ഫിനിഷ് ആയിട്ടുള്ള 1.5 സ്ലോട്ടഡ് പൈപ്പാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനടിയിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് 12mm ടഫൻ ഗ്ലാസ് ആണ്. അതിനടിയിലായിട്ട് നമ്മൾ അലുമിനിയം ഫിറ്റിംഗ്സ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് റീസൺ ഉണ്ട് കേട്ടോ. നോർമലി നമ്മൾ ഈ ഒരു SS ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എപ്പോഴും അതിനോട് മാച്ച് ആവുന്നത് നമ്മുടെ SS വരുന്ന സ്പൈഗോട്ടുകൾ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു A ടൈപ്പ് ഇവിടെ കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു 220 വരുന്ന ലെങ്ത് വരുന്ന ഒരു ഗ്ലാസിന്റെ പീസാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാനും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലെയുള്ള ബാൽക്കണി ഹാൻഡ് റെയിൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്ലാസും റെയിലും ഇങ്ങനെ ത്രൂ ഔട്ട് പോയി ഭിത്തിയിലേക്ക് കണക്ട് ആകുമ്പോഴാണ് അതിന്റെ ആ കംപ്ലീറ്റ് സ്ട്രെങ്ത് നമുക്ക് ഇതിലേക്ക് കിട്ടാന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഈ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് സ്ട്രെങ്ത് കുറവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ബോട്ടത്തിൽ അലുമിനിയം A ടൈപ്പ് ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫിറ്റിംഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിത്തൗട്ട് റെയിലിൽ പോലും വളരെയധികം സ്ട്രെങ്ത് ഉണ്ടാവും നമ്മുടെ ഗ്ലാസ്സിന്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം ഇതുണ്ട്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിറ്റിംഗ്സ് നമ്മൾ കൊടുത്തു. അതിനുശേഷം ആ ഒരു വാളിലേക്ക് ഒരു കണക്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്നു ഒരു ചെറിയൊരു മാസ്റ്റർ ലഗ് എന്ന രീതിയിലേക്ക് താഴെ ഇറക്കി താഴെ വെൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിന് ഈ ഒരു സ്ട്രെങ്ത് നമുക്കിവിടെ കിട്ടുന്നത്. ഈവൻ നമുക്ക് ഇവിടെ ഇനി ഒരു ഡോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോർ അടക്കം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയും പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ജിന്താളിന്റെ SS 304 16 ഗേജുള്ള പൈപ്പാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ ഇതിന്റെ തന്നെ 18 ഗേജ് 20 ഗേജ് ഒക്കെ വരുന്ന പൈപ്പുകൾ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് അതിലെല്ലാം പ്രൈസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഈ സ്ട്രെങ്ത് നമുക്കിവിടെ കിട്ടണമെന്നില്ല. എപ്പോഴും നമ്മൾ ഇതേപോലെയുള്ള പൈപ്പുകൾ ബാൽക്കണി ഹാൻഡ് റെയിൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 16 ഗേജ് തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് ഇങ്ങനെ ഒന്ന് അടിച്ചാൽ മതി, അവിടെ ചിലപ്പോൾ ചടങ്ങിപ്പോവും. ഇപ്പൊ ഒരു 18 ഗേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു 16 ഗേജെങ്കിലും മിനിമം ചെയ്യാന്നുണ്ടെങ്കിൽ അത് വളരെയധികം നന്നായിരിക്കും. ഈ 16 എന്ന് പറയുന്നത് 14ഉം 12ഉം ഗേജ് ഒക്കെ ആവും കേട്ടോ. എപ്പോഴാണെന്ന് ചോദിക്കുന്നത് ഓരോ ബാൽക്കണിയുടെ ലെങ്ത്തും അതിന്റെ ഹൈറ്റിനൊക്കെ അനുസരിച്ചാണ്. എപ്പോഴും അത് കസ്റ്റമൈസേഷൻ ആണ്. തീർച്ചയായിട്ടും അത് ഓരോ ഏരിയക്ക് അനുസരിച്ചാണ്. പക്ഷെ ബേസിക് ലെവലിൽ നമ്മളൊരു ബാൽക്കണി ഹാൻഡ് റെയിൽസ് ഇതേപോലെ SS ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 16 ഗേജ് SS 304 ഗ്രേഡിലുള്ള പൈപ്പ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 10mm ടഫൻ ഗ്ലാസ് ആണ്. ബോട്ടം A ടൈപ്പ് ഫിറ്റിംഗ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഗ്യാസ്കറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന് വേറെ ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനെ അടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇതിന് വേറെ എന്താ പറയുക സൗണ്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഗ്യാസ്കറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രെങ്ത് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇത്രയല്ല, നമുക്ക് ആ സൈഡിലേക്ക് കുറച്ചും കൂടെ ബാൽക്കണി ഹാൻഡ് റെയിൽസുകളുണ്ട്, അതോടെ നമുക്ക് കാണാം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ ഈ A ടൈപ്പ് ഫിറ്റിംഗ്സുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം സ്ട്രെങ്ത് കിട്ടുമെന്ന്. അവിടെ ഏകദേശം ഒരു 2.5 മീറ്ററോളമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇത് ആ ഒരു കോർണർ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു സൈസ് മനസ്സിലാവും. നല്ല ലോങ് ലെങ്ത്തിലുള്ള ഒരു ബാൽക്കണി ഹാൻഡ് റെയിൽസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യണം, ഇതിൽ എവിടെയും നമ്മൾ ഒരു ലെഗ് പോലും കൊടുത്തിട്ടില്ല. എന്നാൽ നമുക്ക് ഇതിന് എന്താണ് വളരെയധികം നല്ല സ്ട്രെങ്ത് ഇതിനുണ്ട്. ഇപ്പോൾ നോർമൽ കേസുകളിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ലോട്ടഡ് പൈപ്പും ഒരു SS സ്പൈഗോട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് ഷെയ്ക്ക് ഉണ്ടാവും. കാരണം ഈ ഒരു സ്പൈഗോട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പൈഗോട്ട് കെമിക്കലിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ലോങ് ലെങ്ത്തിൽ ചെയ്തിട്ടും ഇതിനിടയ്ക്ക് ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ ഈ ഒരു സ്ട്രെങ്ത്തിൽ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലാണ്. ഇപ്പോൾ നമുക്കൊരു സ്ലീക്ക് ആയിട്ടുള്ള റെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള സപ്പോർട്ടിങ് ലെഗുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ബാൽക്കണി ഹാൻഡ് റെയിൽസ് എന്ന് പറയുന്നതും ആ വീടിനെ ചേരുന്ന രീതിയിലും
അത് കസ്റ്റമൈസ് ചെയ്ത് അത് സ്ട്രെങ്ത് ആക്കുക എന്നുള്ളതാണ്. നമുക്ക് വീടിന് ഭംഗി മാത്രം പോരാ, അതിന് സേഫ്റ്റിയും കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള പ്രൊജക്ടിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത് ഗ്ലാസ് ഹാൻഡ് റെയിൽസും ഗ്ലാസ് ബാൽക്കണിനെയും പറ്റിയാണ്. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.